മിക്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാധീനം. നമ്മൾ അളവുകൾ അനുസരിച്ച് തുണി എത്ര മീറ്റർ എടുക്കണം എന്നാണ് ഇതിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ പ്രായത്തിനനുസരിച്ചല്ല, ഓരോ അളവുകൾക്കനുസരിച്ചാണ് നമ്മൾ തുണി എത്ര മീറ്റർ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്ലോത്ത് കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളിത് ആദ്യം തന്നെ നമ്മളൊരു പേപ്പറിലോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് വേണം തുണി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്, അതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു ഫ്രോക്കാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ സാധാരണ ഒരു ക്ലോത്താണ് ഇത്, 42 ഇഞ്ച് വീതിയിലുള്ള ഒരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ അതിനെ 4ആയിട്ട് മടക്കിയിട്ട് നമ്മുടെ യോക്ക് പോർഷനുള്ള വീതി എത്രയാണോ അത് നോക്കുക കേട്ടോ. അപ്പോൾ വീതി നമുക്കിങ്ങനെ 4ആയിട്ട് മടക്കുമ്പോൾ 42 ഇഞ്ചിന് 11 ഇഞ്ചായിട്ടാണ് കിട്ടുന്നത്. 44 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ആ 11 ഇഞ്ച് നമുക്ക് അത് വണ്ണം, ചെസ്റ്റിൻ്റെ വണ്ണവും അതനുസരിച്ചിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും എല്ലാം കൂടെ കൂട്ടിയിട്ട് 11 ഇഞ്ചിന് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു സൈഡിൽ നിന്ന് മടക്കിയിട്ട് നോക്കുക. അതിനുശേഷം അതിൻ്റെ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത്, ഇപ്പോൾ ഒരു ചെറിയൊരു ഫ്രോക്ക് ആണെങ്കിൽ ഇപ്പോൾ ഞാനൊരു 9 ഇഞ്ച് ലെങ്ത്താണ് യോക്കിന് എടുക്കുന്നതെങ്കിൽ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 2 സൈഡിലേക്ക് 10 ഇഞ്ചാവും. ആ 10 ഇഞ്ച് നമ്മൾ നമ്മുടെ ടേപ്പുകളിൽ എല്ലാം ഇഞ്ചിലും സെൻറ്റിമീറ്ററിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പം 10 ഇഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 25 സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത്. അപ്പോൾ 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 25 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1/4 മീറ്ററാണ് വരുന്നത്. അപ്പം 25 സെൻറ്റിമീറ്റർ കറക്റ്റ് നമ്മൾ എടുക്കരുത്, കുറച്ച് കൂട്ടിയെടുക്കണം, ഒരു 30 സെൻറ്റിമീറ്റർ എങ്കിലും, അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ഒരു 1/2 മീറ്റർ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ തുണി മേടിക്കാനായിട്ട്. ഇതുപോലെ ആദ്യം കണക്ക് കൂട്ടി നമ്മൾ നോക്കണം. അപ്പോൾ നമ്മുടെ വീതി, ഇപ്പോൾ ചെസ്റ്റിൻ്റെ വീതി 11 ഇഞ്ചിൽ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതേ രീതിയിൽ മടക്കി ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ ക്ലോത്തിനെ ആദ്യം 2ആക്കിയിട്ട് മടക്കിയിട്ട് വീണ്ടും തിരിച്ച് മടക്കണം, എങ്കിലേ നമുക്ക് ആ വീതി കിട്ടുള്ളൂ. ഇപ്പം ലെങ്ത്ത് നമുക്ക് ഇഷ്ടം പോലെ 21 ഇഞ്ചോളം ഇവിടെ ലെങ്ത്ത് കിട്ടും. ഇപ്പം കണ്ടോ, ലെങ്ത്ത് ഇത്രയ്ക്കും കിട്ടും. പക്ഷേ വീതി നമ്മൾ ഇതുപോലെ മടക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുക. നേരത്തെ നമ്മൾ 4ആയിട്ട് മടക്കുമ്പോൾ 11 കിട്ടിയുള്ളൂ. ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് എത്ര വീതി വേണം, അപ്പം വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 13 ഇഞ്ച് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ കണക്ക് കൂട്ടിയാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ വേണം മടക്കിയിടാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ വീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കേണ്ടത്. ലെങ്ത്ത് നമുക്ക് ഇഷ്ടംപോലെ കിട്ടും, 22 ഇഞ്ചോളം ലെങ്ത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ വീതി 13 ഇഞ്ച് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ വരുന്നത് 33 സെൻറ്റിമീറ്ററോളം വരുന്നുണ്ട് ഈ 13 ഇഞ്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളത് കൂട്ടി ഒരു 40 സെൻറ്റിമീറ്റർ, അതായത് ഏകദേശം ഒരു 1/2 മീറ്റർ എടുക്കുക ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ എടുത്ത് നമ്മൾ തുണി എടുക്കുക. ഇപ്പോൾ ഞാനൊരു പേപ്പറിൽ കാണിക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെ പേപ്പർ 4ആയിട്ട് മടക്കിയിട്ട് മുകളിൽ യോക്ക്, അതിൻ്റെ അടിയിലേക്ക് ഇനി നമ്മളിപ്പോൾ യോക്ക് വേറെ ക്ലോത്താണ് എടുക്കുന്നതെങ്കിൽ ഇതേപോലെ കണക്കൂട്ടി എടുക്കുക. ഇല്ലെങ്കിൽ സെയിം ക്ലോത്ത് ആണെങ്കിലും ഈ ഒരു അളവിൽ നമ്മൾ കണക്കൂട്ടി വെച്ചതിന് ശേഷം അടിയിലേക്കുള്ള സ്കേർട്ട് പോർഷൻ എത്ര വേണമെന്ന് പിന്നെ തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ സ്കേർട്ടിന് എത്ര ലെങ്ത്ത് എന്നുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് മാത്രം, ടോട്ടൽ ലെങ്ത്ത് എടുക്കുന്നില്ല, സ്കേർട്ടിൻ്റെ ആണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ടോട്ടൽ നിങ്ങൾ സെയിം ക്ലോത്ത് ആണെങ്കിൽ മുകളിലത്തെ എത്ര വേണം, 1/4 മീറ്റർ ആണോ 1/2 മീറ്റർ ആണോ അതും കൂടെ കൂട്ടിയിട്ട് ഈ സ്കേർട്ട് പോർഷൻ്റെ മീറ്ററിൻ്റെ കൂടെ കൂട്ടി എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ അടിയിലേക്ക് ഒരു 20 ഇഞ്ച് ലെങ്ത്താണ് സ്കേർട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നതെങ്കിൽ 50 സെൻറ്റിമീറ്ററോളം വരും, 50-51 സെൻറ്റിമീറ്ററോളം വരും. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 മീറ്ററായി. അപ്പം 1/2 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതൊരു കറക്റ്റ് നമുക്ക് ഉള്ളതാണ് 1/2 മീറ്റർ. അപ്പോൾ കുറച്ച് കൂട്ടിയെടുക്കണം, ഒരു 3/4 മീറ്റർ എടുക്കുക. അപ്പം 3/4 മീറ്റർ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഇതേപോലെ 3/4 മീറ്റർ എടുത്ത് 4ആയിട്ട് മടക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്കേർട്ടിലോട്ടുള്ള ഫ്രില്ലിടാനുള്ള ഒന്നും വീതി കിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ അരവണ്ണത്തേക്കാളും ഇരട്ടി വീതി നമ്മൾ ക്ലോത്തിന് എടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ബോക്സ് പ്ലീറ്റ് ആണ് വരുന്നതെങ്കിൽ 3 ഇരട്ടി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3/4 മീറ്ററിനെ ഫ്രണ്ടിലേക്ക് 3/4 മീറ്റർ കൊടുക്കുക, ബാക്കിലേക്ക് 3/4 മീറ്റർ കൊടുക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു വിഡ്ത്തിൽ കിട്ടും, നമുക്ക് ഫ്രില്ലിടാനൊക്കെയുള്ള ക്ലോത്ത് കിട്ടും. അപ്പം 3/4 1/2 മീറ്റർ. അപ്പം നമ്മൾ താഴേക്കുള്ള ഈ സ്കേർട്ട് പോർഷന് വേണ്ടി 1/2 മീറ്റർ എടുക്കണം. ഇപ്പോൾ ഇത് 20 ഇഞ്ചിൻ്റെ
ഒരു താഴേക്കുള്ള സ്കേർട്ടിൻ്റെ ലെങ്ത്താണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എത്രയാണോ ലെങ്ത്ത് അതനുസരിച്ചിട്ട് നിങ്ങൾ ഡബിൾ ആക്കിയിട്ട് എടുക്കുക. ആ ഇഞ്ചിനെ എത്ര ഇഞ്ച് കിട്ടുന്നോ അതിനെ നമ്മൾ മീറ്ററിലാക്കിയിട്ട് അതിൻ്റെ ഡബിളാക്കി നമ്മൾ ക്ലോത്ത് എടുക്കണം. ഇപ്പോൾ ഇതുപോലെ അംബ്രല്ല സ്കേർട്ടാണെങ്കിൽ ഈ കാണിച്ച പോലെ മടക്കുക കേട്ടോ. ഞാൻ പേപ്പറിൽ കാണിച്ച പോലെ അങ്ങനെ മടക്കി കോണാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു 20-25 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഏകദേശം ഒരു 65 സെൻറ്റിമീറ്ററോളം വരും. അപ്പോൾ 65 എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഇരട്ടി, അതും നമ്മൾ ഇതുപോലെ ഇരട്ടിയാക്കി എടുക്കണം. 65 എന്ന് പറയുമ്പോൾ ഇരട്ടി 130 ആവും. അപ്പോൾ 130 എന്ന് പറയുമ്പോഴത്തേനും 1 മീറ്ററും കഴിഞ്ഞ് 30 സെൻറ്റിമീറ്ററും കൂടി ആവും അതിൻ്റെ മീറ്ററിലെടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഏകദേശം അതും 1.5 മീറ്റർ കറക്റ്റാക്കി, അത് നമ്മൾ കൂട്ടിയെടുത്തിട്ടില്ല. 1.5 മീറ്ററിന് 1.25 മീറ്റർ വരെ നമുക്ക് എടുക്കാം. കുറച്ച് കൂട്ടിയെടുക്കുക ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ കേട്ടോ. അല്ലെങ്കിൽ തുണി തികയാതെ വന്നു കഴിഞ്ഞാൽ, കാരണം നമ്മൾ തയ്യൽ തുമ്പും കുറച്ച് വെട്ടുന്ന രീതിയൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഇനി നമ്മൾ ചെറിയ കുട്ടികളാണ്, അവരുടെ സ്കേർട്ടാണെങ്കിൽ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് മടക്കിയെടുക്കാം. നമുക്ക് ക്ലോത്ത് മടക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് എത്ര വേണം എന്നുള്ളത്, ലെങ്ത്ത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന വിഡ്ത്ത് കേട്ടോ. ലെങ്ത്ത് നമ്മൾ ഡബിളായിട്ട് സ്കേർട്ട് മടക്കിയിടുമ്പോൾ 21 ഇഞ്ച് വീതം ഓരോ പോർഷനിലേക്കും വരും കണ്ടോ. അപ്പോൾ നമ്മുടെ വിഡ്ത്ത് എത്ര വേണം, നമുക്ക് എത്ര പ്ലീറ്റ് വേണം അതനുസരിച്ചിട്ട്, പ്ലീറ്റിൻ്റെ അനുസരിച്ചിട്ട് വേണം ക്ലോത്തിൻ്റെ വിഡ്ത്ത് എടുക്കാൻ. അപ്പം പ്ലീറ്റ് ഇപ്പം ചെറിയ ചെറിയ പ്ലീറ്റുകളാണെങ്കിൽ നമ്മുടെ അരവണ്ണത്തേക്കാളും ഇരട്ടി എടുത്താൽ മതി. അങ്ങനെ നമ്മൾ തുണി കണക്ക് കൂട്ടി ആദ്യം മനസ്സിലത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ തുണി വാങ്ങിക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തുണിയിൽ തന്നെ അത് നോക്കിയാലേ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഷോളൊക്കെ എടുത്തിട്ട് നമുക്ക് സ്വയം നോക്കുക, അതിൽ അളന്ന് അതിന് ശേഷം അതനുസരിച്ചിട്ട് നല്ല തുണി വാങ്ങിക്കുക. ഇനിയിപ്പോൾ ചുരിദാറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിയിലേക്കുള്ള വീതി കിട്ടില്ല. കാരണം മുകളിൽ നമ്മൾ കണ്ടല്ലോ 11 ഇഞ്ചേ കിട്ടുള്ളൂ. നമുക്ക് ചുരിദാറൊക്കെ വീതി വേണമെങ്കിൽ 13 ഇഞ്ച് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കിയിട്ടാൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ തുണീനെ ഫുള്ളായിട്ട് നിവർത്തിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ 13 ഇഞ്ച്, ഞാൻ സാധാരണ 13 ഇഞ്ചാണ് വിഡ്ത്ത് എടുക്കാറ്. താഴത്തെ വിഡ്ത്ത്, ഏറ്റവും കൂടിയ വിഡ്ത്ത് താഴത്തെ വിഡ്ത്താണല്ലോ ചുരിദാർ. അപ്പോൾ ഇതുപോലെ 13 ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം, ഇപ്പോൾ ഒറ്റ ലെയറായിട്ട് ഇട്ടിട്ട് അതിനെ മടക്കിയതാണ് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് മടക്കിയിട്ട് ബാക്കി വരുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ സ്ലീവിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി നെക്കിനൊക്കെ തുണി എക്സ്ട്രാ വേണമെങ്കിൽ അവിടെ നിന്ന് സ്ലീവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ബാക്കി ലെങ്ത്ത്, ഇപ്പോൾ ചുരിദാറിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ 45 ഇഞ്ച് ആണെന്ന് വിചാരിക്കുക ടോട്ടൽ ലെങ്ത്ത്. അപ്പോൾ അത് 45 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് നോക്കുക. അപ്പോൾ ഞാനിവിടെ 45 ഇഞ്ച് നോക്കിയപ്പോൾ 115, അതായത് 1 മീറ്ററും 15 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് അത് ഫ്രണ്ടിലേക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇനി ബാക്കിലേക്ക് വേണ്ടിയിട്ട് വീണ്ടും അത്രയും തന്നെ എടുക്കാം. അപ്പോൾ 115ഉം 115നെ ഇപ്പോൾ ഏകദേശം 125 ആക്കി, 1.25 മീറ്റർ ആക്കി ഞാൻ എടുത്തു. ഫ്രണ്ടിലേക്ക് കുറച്ച് കൂട്ടി എടുക്കണം നമ്മൾ. ബാക്കിലേക്ക് 1.25 മീറ്റർ എടുത്തപ്പോൾ 2.5 മീറ്റർ, അതാണ് ചുരിദാറിൻ്റെ നമുക്ക് വരുന്നത്. അപ്പോൾ ഇതേപോലെ മടക്കി എടുത്തിട്ട് ബാക്കി വരുന്നത് സ്ലീവിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇത് ഓരോ ക്ലോത്തും എന്താണോ നമ്മൾ തയ്ക്കുന്നത് അതനുസരിച്ചിട്ട് ആദ്യം നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് മാത്രമേ തുണി എടുക്കാവുള്ളൂ. അതായത് നമ്മുടെ അളവുകളൊക്കെ എടുത്ത് നമ്മൾ എഴുതി വെച്ച് അതിനെ നമ്മൾ ഇതുപോലെ ലെങ്ത്തും ഒക്കെ ഓരോന്നും കണക്ക് കൂട്ടി ഇഞ്ചിൽ ആക്കിയിട്ട് വീണ്ടും സെൻറ്റിമീറ്ററിലാക്കി മീറ്ററിലാക്കുക. അപ്പോൾ നമുക്ക് എത്ര തുണി വേണമെന്നറിയാം. ഇപ്പോൾ പാൻറ്റ് നമ്മൾ തയ്ക്കുന്നെങ്കിൽ നമുക്കിപ്പോൾ മടക്കി അടിക്കാനുള്ള, നമുക്ക് വള്ളിയിടാനുള്ള പോർഷനൊക്കെ 2 ഇഞ്ച് എക്സ്ട്രാ വേണം. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സെൻറ്റിമീറ്റർ അല്ല ഇഞ്ച് പറയുകയാണെങ്കിൽ ഒരു 43 ഇഞ്ച് എടുക്കുകയാണെങ്കിൽ അത് 110 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ എടുക്കണം. 110 എന്ന് പറയുമ്പം 220 ആവും. അപ്പം 220 എന്ന് പറയുമ്പോൾ 2 മീറ്ററും 20 സെൻറ്റിമീറ്ററും അത് നമ്മൾ കുറച്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ കാലാക്കിയിട്ട് 25 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ 2.25 മീറ്റർ. അങ്ങനെ നിങ്ങൾ കറക്റ്റ് കണക്ക് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഒട്ടും തുണി വേസ്റ്റ് ആവില്ല. അതുപോലെ ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് കൂട്ടിയെടുക്കേണ്ട, തുണി ഇല്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാവും. ഇതൊക്കെ വരുമ്പോൾ കറക്റ്റാക്കി നമ്മൾ വേണം
കട്ട് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ വേസ്റ്റായി തുണി വേറെ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ തയ്ക്കാൻ പറ്റില്ല. അപ്പം ഇതുപോലെ എല്ലാവർക്കും നല്ല രീതിയിൽ തുണിയെടുത്ത് തയ്ക്കാൻ പറ്റും അവനവൻ്റെ അളവുകൾക്കനുസരിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഉപകാരപ്രദമായ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നമുക്ക് കാണാം. താങ്ക് യു.